ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നതാപ്പം ലീവ് ആയതുകൊണ്ട് എങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ല. നല്ല മഴയാണ് പുറത്ത്. രാവിലെ മുതലേ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാമല്ലോ എന്ന് വെച്ച് ഇങ്ങനെ നിന്നെയാണ്, പക്ഷെ ഒന്നും നടന്നില്ല. നല്ല പെരും മഴയാണ്. അപ്പം ഇപ്പം ഏകദേശം ഒരു ഉച്ച സമയമായി. അപ്പം എന്തായാലും വെറുതെ ഇരിക്കല്ലെന്ന് വെച്ചിട്ട് നേരെ ഞാനും ഉണ്ണിയും കൂടെ ഇവിടെ തന്നെ നമ്മളെ വീടിൻ്റെ നേരെ മുന്നിൽ ഒരു തോടുണ്ട്. അന്ന് ആദ്യത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് ഞണ്ടും കാര്യങ്ങളൊക്കെ പിടിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു കഴിഞ്ഞ വർഷം തോന്നുന്നു പിടിച്ചിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്നല്ലേ, അപ്പോൾ നേരെ അങ്ങോട്ട് ഇറങ്ങി മീനിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ ഞണ്ട് പിടിച്ചാലോന്ന് വെച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോവാം, എന്നിട്ട് പുറത്തത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇതാ നമ്മൾ ഞണ്ടിനെ പിടിക്കാനുള്ള എല്ലാം സെറ്റ് ചെയ്ത് ഇതൊക്കെ ഓൾറെഡി അന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നല്ല, നമ്മൾ മീനിൻ്റെ വേസ്റ്റ് ഈ ഒരു കമ്പിൽ മീനിൻ്റെ വേസ്റ്റ് തുണിയിൽ കെട്ടിയിട്ട് ഇതാ കമ്പിലിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ ഞണ്ട് പിടിക്കാനുള്ള പരിപാടി സെറ്റാക്കുന്നത്. ഒച്ച എല്ലാവർക്കും സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, കാരണം വെള്ളത്തിന് ഭയങ്കര ഒച്ച ആയതുകൊണ്ട്. നമുക്കെന്തായാലും ഇവിടെ വെച്ച് നോക്കാം. ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, അപ്പോഴൊക്കെയാണ് ഞണ്ട് വരുള്ളൂ. ഇതാ അതേ സമയത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. നമുക്കിനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. ഞാൻ നേരത്തെ ഇവിടെ നിന്ന് വന്ന് നോക്കിയപ്പം ഞണ്ടും കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ നടക്കുന്ന കണ്ടു. അപ്പോൾ ഗൈസ്, ഇതാ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, മീൻ വേസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മണം പിടിച്ചിട്ട് ഞണ്ടൊക്കെ ആ ഒരു സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം കേട്ടോ. വേണ്ട, അതേ സമയത്ത് അപ്പുറത്തെ മഴയും പെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? കിടിലിനല്ല. നമ്മളിപ്പോൾ ഇതാ നമ്മളെ ഇല്ലിൻ്റെ ചോട്ടിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ നനയുന്നില്ല. അതുകൊണ്ട് ഞണ്ടിനെ കിട്ടുകയാണെങ്കിൽ ഇടാനുള്ള ബക്കറ്റൊക്കെ നേരത്തെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്ന് നിൽക്കാം. അതോ അവിടെ നിന്ന് ഞണ്ട് വരുന്നുണ്ട് ഉണ്ടോ ഗൈസ്? ഇതാ അവിടെ നിന്നൊരു ഞണ്ട് നമ്മളെ ആപ്പിലേക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അതേ സമയത്ത് ഞാനും ഉണ്ണിയും കണ്ടോ ഇതൊരു കുടയും ചൂടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പം എന്തായാലും നമുക്കത് വരുന്നുണ്ടോ നോക്കാം കേട്ടോ. ഇതാപ്പോൾ നമ്മളവിടെ ഞണ്ടിൻ്റെ ട്രാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വീട്ടിൽ വന്നിരിക്കുന്നതാണ്. അവിടെ നമ്മൾ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കണ്ടിട്ട് ഞണ്ടൊന്നും അടുത്തേക്ക് വരില്ല. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. അതേ സമയത്ത് ഇതുണ്ടോ നമ്മൾ 2 ബാറ്റയൊക്കെ ഇതാ ഈ ഒരു ഷെഡിൻ്റെ അടിയിൽ വന്ന് നിൽക്കുന്നുണ്ട്, മഴ നനയാണ്ടൊക്കെ. പിന്നെ നമുക്ക് കുറച്ച് നേരം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോഴത്തേക്ക് വരും എന്തായാലും. ഞണ്ട് വരുന്നുണ്ട്, നമ്മളെ കാണുന്നതുകൊണ്ട് ട്രാപ്പിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പോയി നോക്കാം കേട്ടോ. കുറച്ച് ഒരു 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് ഇതാ വരുന്ന സമയത്ത് നമ്മളെ ട്രാപ്പിൽ ഒരു അത്യാവശ്യം മീഡിയം സൈസുള്ള ഒരു ഞണ്ട് വന്നിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് എന്തായാലും കുറച്ച് അടുത്തേക്ക് പോയി നോക്കാം കേട്ടോ. അത്ര വലുപ്പമൊന്നുമില്ല, അവിടെ തന്നെ ഉണ്ട്. ഒന്ന് നോക്കി നോക്കാം. ഇത്രയേ ഉള്ളൂ ഞണ്ട് പിടിക്കാൻ. കാരണം കറക്റ്റ് പിടിച്ചിട്ടില്ലെങ്കിൽ കടി നല്ല കിട്ടും. കണ്ടോ, അത്യാവശ്യം ഒരു മീഡിയം സൈസ് ഞണ്ടാണ്. ഈ ഒരു നമ്മളെ ഏരിയയിൽ ഈ ഒരു സൈസിലുള്ള ഞണ്ടൊക്കെ ഉണ്ടാവും. ഇതിനെക്കാട്ടിയും ഇതൊരു മീഡിയം സൈസ് വരുന്നത്, ഇതിനെക്കാട്ടിയും വലിയ സാധനം ഇവിടെ കിട്ടാറുണ്ട്. അപ്പോൾ അതിപ്പോൾ വരും. ഇതിപ്പോൾ തുടക്കം വലിയ കുഴപ്പമില്ല. നമുക്കെന്തായാലും ഇതിനെ എടുത്തിട്ട് നമ്മളെ ബക്കറ്റിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ. അങ്ങനെയുണ്ട്, കിടലിനല്ലേ. ഇനിയിപ്പം ഇതേപോലെ ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ അടുത്ത് കിടലിൻ്റെ സാധനങ്ങൾ വരും. അപ്പോൾ നമുക്ക് വഴിയെ അത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നേരത്തെ ആ ഞണ്ട് കിട്ടിയിട്ടും
ഇത്ര നേരമായിട്ട് ഒന്നിനെയും കിട്ടിയിട്ടില്ല. ഇതായിരിക്കും അവസ്ഥ. എപ്പോൾ ഞണ്ട് വരുന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തോളാം. കാണുന്നില്ല, ഇവിടെ ഒന്നും കാണുന്നില്ല. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം, ചുറ്റോ നോക്കി നോക്കാം അല്ലേ. നല്ല മഴയാണ്. ഞങ്ങൾ കുടയൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. സാധനത്തിനെ കിട്ടിയിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. നേരത്തെ കിട്ടി അത് തന്നെ ഉള്ളൂ. ഗായ്സ്, നമ്മളിന്ന് വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ കണ്ട അവസ്ഥ ഇതാണ്. നല്ല മഴ പെയ്ത്, വെള്ളമൊക്കെ കിടക്കാച്ച് മഴ പെയ്യണ്ട. നേരത്തെ നമ്മൾ കണ്ട വെള്ളമൊന്നുമില്ല ഇപ്പോൾ ഉള്ളത്. നല്ല കലങ്ങി മറിഞ്ഞത് അങ്ങനെ വെള്ളം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഞണ്ടിൻ്റെ ട്രാപ്പ് ഇവിടെ തന്നെ ഉണ്ട്, ഒരിക്കലൊന്നും പോയിട്ടില്ല. വേണ്ട, നല്ല കിട്ടലും കഴിക്കുക. ഇപ്പോൾ അത് ആകാശത്തൊന്ന് ക്ലിയറായി മഴ പെയ്ത് പോയതുകൊണ്ട് കോട് വെള്ളം നല്ല കലങ്ങി മറിഞ്ഞു പോയതാണ്. അതേ സമയത്ത് നമുക്കിപ്പം 2 ഞണ്ടിനെ കിട്ടിയത് അവിടെ കോട് വെച്ചിരിക്കുകയാണ്. ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടും എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഗായ്സ്, ഇതാ അപ്പം നേരത്തെ ആ കലങ്ങി മറിഞ്ഞിട്ടുള്ള വെള്ളമൊക്കെ മാറി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഞണ്ട് കിട്ടൽ കുറവായ നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞണ്ട് ഇതിലേക്കൊന്ന് പിടിച്ചേക്കുന്ന കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ആകെ ഒരു 3 ഞണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതുണ്ടോ, ഇതിലിനി ഇല്ല, ഇനി പിടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പം നേരെ നമ്മളിതിനി ഇന്നത്തെ പരിപാടി നിർത്തുന്നതാണ്. ഇനി അടുത്തൊരു ദിവസം ഞണ്ടിനെ കിട്ടുമോ നോക്കി നോക്കാം. ഇതുണ്ടോ, നേരത്തെ നമ്മൾ കണ്ട ആ തോട്, ഇപ്പോഴത്തെ തോട് നോക്ക്, നല്ല ക്ലിയർ ആയില്ല. അപ്പോൾ നല്ല സെറ്റായി, കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട്. നല്ല വെള്ള കളറിൻ്റെ വെള്ളമൊക്കെ ആയിട്ട് എങ്ങനെയുണ്ട്, അടിപൊളിയല്ല. ആകാശമൊക്കെ അവിടെ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട്. ഇത്രയും നേരം നല്ല മഴയായിരുന്നു. അപ്പം ഇനി നമുക്ക് പരിപാടി നിർത്തുകയാണ്. അപ്പോൾ ഗായ്സ് ഇതപ്പോൾ നമുക്ക് കിട്ടിയ ഞണ്ടിനെ കാണിച്ചു തരാം. 3 ഞണ്ടിനെ കിട്ടി. അതിൻ്റെ ഇടയിൽ ഒന്നിൻ്റെ കിട്ടിയതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് പിടിച്ചതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം നമുക്ക് കിട്ടിയ ഞണ്ട് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഓടൊക്കെ വെച്ച് മൂടിയിരിക്കുക, ചാടിപ്പോണ്ടിരിക്കാൻ വേണ്ട. നമുക്കൊരു 3 ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. 3 പെടക്കണ നാടൻ ഞണ്ട് ഉണ്ടോ. 3 ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഞണ്ടുകൾ തന്നെയാണ്. പറഞ്ഞതാ ജോഹി വരച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ടല്ലോ. അപ്പം ഇനി വരെ ഇതിനെ ചെറിയ രീതിയിൽ വരട്ടിയെടുക്കാനുള്ള പരിപാടിയാണ്. ഇത് നമുക്ക് കപ്പേൻ്റെ കൂടെ കഴിക്കണം. അപ്പോൾ അടിപൊളി സെറ്റാക്കാണ്ട് ഇനി നമുക്കിത് ക്ലീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, ഇതിൻ്റെ ഇനി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓടി വരാം കേട്ടോ. എന്നിട്ട് ബാക്കി കാഴ്ചകൾ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു. അപ്പോൾ ഗായ്സ്, ഇതാ ഞണ്ടും കാര്യങ്ങളൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നേരെ എടുത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കാനുള്ള പരിപാടിയാണ്. നേരെ നമുക്ക് അതിലേക്ക് കിടന്നാലോ. ഞണ്ടും കാര്യങ്ങളൊക്കെ കുറവാണ്, നമുക്ക് ഉള്ളതും കൊണ്ട് ഓണം വരുന്ന സെറ്റാക്കാം. ഓക്കെ, ഞണ്ടൊന്ന് വരട്ടാനുള്ള പരിപാടിയാണ്. നേരെ ഇതാ ഗ്യാസ് ഓപ്പണാക്കി ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കട്ടെ കേട്ടോ. ഇതാ ഞാൻ ഉള്ളിലേക്ക് കൈമാറിയിരിക്കുന്നു വെക്കാൻ വേണ്ടിയിട്ട്. അവൾക്കൊരാഗ്രഹം, അവൾക്ക് തന്നെ വെക്കണം. ആയിക്കോട്ടെ, ഞാൻ വിചാരിച്ചു കടയിടാനായില്ലേ. കടുക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് പൊട്ടി വന്നിട്ട് വേണം ഉള്ളി ഒക്കെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാൻ.
പാകത്തിനുള്ളത് വാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. വാടുവോ കരിയോ എന്നൊന്നും നമുക്കറിയില്ല. വാട്ടുന്നുണ്ടാവുന്നു കരിഞ്ഞ മണം തോന്നുന്നുണ്ട്. മുളക് പൊടി മുളക് പൊടി ഒരു സ്പൂൺ കുറച്ചിട്ടറി. പച്ചമുളക് ആ അതെട്ടോ കുറച്ചുകൂടി ഇട്ടോ, അല്ലെങ്കിൽ വേണ്ട കുരുമുളക് പൊടി ഇടാലോ. മല്ലിപ്പൊടി 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 നല്ല നല്ല ഗ്രേവി ഉണ്ടാവുക. ആണോ? അറിയില്ലായിരുന്നു. മല്ലിപ്പൊടി ഇട്ടോ? എത്ര സ്പൂൺ ഇട്ടു? കുറച്ചിട്ടാൽ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഉമ്മാര് വെച്ച വീഡിയോ കേൾക്കുന്നുണ്ടോ? ഇനി എന്താ? ചിക്കൻ മസാല. ചിക്കൻ മസാല ഗൈസ് അതിൽ കാണിക്കണം. മതി കുറച്ചൊക്കെ. നമുക്ക് ഞാൻ കിട്ടിയത് കുറവാണ്. ഗരം മസാല ഉണ്ട്, അതാ മേലത്തെ കുഞ്ഞു പാത്രത്തില്. ഗരം മസാല ഒരു കുറച്ചിട്ടാലേ, അത് പറയരുത്. എനിക്കറിയാം. അതെ, കുരുമുളക് പൊടി ഉണ്ടേ. നമ്മുടെ ജിഞ്ചിഞ്ചാക്കുടി വലിയ സ്പൂണാണ്. കുറച്ച് എരിവാണെങ്കിൽ നോക്കിയിട്ട് അത് മതി. കുരുമുളക് ഇട്ട് ഗായ്സ് അതും കൂടെ ഒന്ന് വരട്ടിയെടുക്കാം. അതിൻ്റെ കളറൊക്കെ കണ്ടോ, നല്ല ചൊകാന്നിരിക്കും. മസാലയൊക്കെ കിട്ടലിനായിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് സെറ്റായിട്ടാണ് നമ്മൾ ഞണ്ട് ഇതിലേക്ക് മസാല പിടിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പരിപാടി ഇല്ല. ഇതാ നമ്മുടെ ഞണ്ട് കുറച്ചേ ഉള്ളൂ, ഉള്ളത് കൊണ്ട് നമുക്ക് സെറ്റാക്കാം. നേരെ ഞണ്ടിടുന്നതാണ്. നമ്മൾ മസാലയിലേക്ക് ഞണ്ട് വീണപ്പോൾ തന്നെ ഒരു അടിപൊളി ലുക്കായി. ഓക്കെ, ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ എൻ്റെ കിടലിനല്ല അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെയുണ്ട് കാണാം, കളറൊക്കെ നല്ല അടിപൊളിയായിട്ടില്ല. ഇതും കൂടെ ഒന്ന് സെറ്റായിട്ടാണ് നല്ല നാടൻ കപ്പയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂട്ടി പിടുത്തം പിടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുണ്ട് ഗൈസ്, അടിപൊളിയല്ല. നമുക്ക് നല്ല ഇറക്കാൻ നോക്കാം ഗൈസ്. ഇതപ്പം നല്ല നാടൻ കപ്പ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലാണ് ടേസ്റ്റ് നോക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന ഞണ്ടെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു പിടുത്തം പിടിക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും അതും കൂടി ഇനി റെഡിയാക്കട്ടെ. ഇതുണ്ടോ
നല്ല ചൂട് വരുന്ന ഞണ്ട് വരട്ടിയതാ കപ്പേൻ്റെ മുകളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് നോക്കാനുള്ള പരിപാടിയാണ്. അടിപൊളിയല്ലേ കാണാൻ തന്നെ. ഇതപ്പം ഉണ്ണി ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്തായാലും കിടലിനാണ് ഞാൻ വെച്ചതുകൊണ്ട് അടിപൊളിയായിരിക്കും. എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഉണ്ണി ഇപ്പം നല്ല പിടുത്തം പിടിക്കുന്നതാണ്. എങ്ങനെയുണ്ട്? എന്തോ ഇഷ്ടമില്ലാത്ത പോലെ. ഇനിയിപ്പോൾ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സംഭവം നമ്മൾ കുറച്ച് കപ്പ എടുത്ത് നേരത്തെ ചായക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശക്കുന്നില്ല. പിന്നെ ഞണ്ടാക്കിയതുകൊണ്ട് അതിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ് കപ്പ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനും ഒരു കഷ്ണം കഴിച്ചു നോക്കട്ടെ. നല്ല ചൂടല്ല. ആദ്യം ഞണ്ട് മാത്രം കഴിച്ചോ. ഞണ്ട് പീസുണ്ടോ? ഒട്ടുക്കത്തെ ടേസ്റ്റാണ് ഗായ്സ്. ഇതിന് വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇനി കപ്പയും കൂട്ടി കഴിച്ചോളാം. അടുത്തതിൻ്റെ ഗ്രേവിയും കപ്പയും കൂട്ടി ഒരു മുത്തം പിടിക്കാമല്ലോ. നല്ല നാടൻ കപ്പയാണ്. നാടൻ കപ്പയും ഞണ്ട് വരട്ടിയതും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഗൈസ്, ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് വീഡിയോസുകൾ നമ്മൾ ഇടുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നതാണ്. കുറച്ച് ഞണ്ട കിട്ടിയിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും, അത്യാവശ്യം ഞണ്ടുണ്ടാവും. നമ്മൾ വെച്ച സമയത്ത് തന്നെ നല്ല മഴയും വെള്ളമൊക്കെ ഉണ്ടല്ല, ഒന്നുകൊണ്ട് ഞണ്ടൊക്കെ പോയെന്ന് തോന്നുന്നു. മീനിൻ്റെ അതിൻ്റെ മണമൊക്കെ അങ്ങ് പോയതുകൊണ്ട് ഞണ്ടിൻ്റെ ഒക്കെ വരവ് കുറഞ്ഞ്. അപ്പോൾ ഇനി നമ്മൾ ഇത് നേരെ കഴിച്ച് തീർക്കാനുള്ള പരിപാടിയാണ്. ഗായ്സ്, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നതാണ്. അടുത്ത ദിവസം കിട്ടിലും കാഴ്ചകളും വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം കേട്ടോ. ബൈ.